ആത്മാർത്ഥമായ പ്രണയം മൂലം യുവതിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനാണ്. കാമുകനെ തേടിയെത്തിയ യുവതിക്ക് ഭോപ്പാലിലെ സെപ്റ്റി ടാങ്കിൽ ശവക്കല്ലറ ഒരുക്കി. ഇരുമ്പ് പെട്ടിയിലാക്കിയ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. കാമുകന്റെ കുടുംബം ഇപ്പോൾ അറസ്റ്റിലുമാണ്. ഭോപ്പാലിലെ നിഷാൻപുരിൽ നിന്നും പുറത്തു വരുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന കൊടും ക്രൂരതയുടെ വിവരങ്ങളാണ്. വ്യാഴാഴ്ച വൈകുന്നേരം സെപ്റ്റി ടാങ്കിൽ നിന്നും അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം മഹാരാഷ്ട്ര സ്വദേശിനി സിയയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഭോപ്പാൽ പോലീസ് ഈ കേസിന്റെ ചുരുളുമഴിച്ചു. ഇൻസ്റ്റഗ്രാം വഴി പ്രണയത്തിൽ തുടങ്ങി ഒടുവിൽ ചതിയിലും കൊലപാതകത്തിലും അവസാനിച്ച ഞെട്ടിക്കുന്ന ഒരു സംഭവമാണിത്. മഹാരാഷ്ട്രയിലെ ഗോണ്ടിയ സ്വദേശിനിയായ 33-കാരി അഷ്റഫി എന്ന സിയയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരു വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സിയ ഭോപ്പാൽ സ്വദേശിയായ സമീറുമായി അടുപ്പത്തിലാകുന്നത്. പ്രണയം തലയ്ക്കു പിടിച്ച സിയ 3 മാസം മുൻപ് എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം കാമുകനെ തേടി ഭോപ്പാലിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ കാത്തിരുന്നത് വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ സമീറും ഒടുങ്ങാത്ത കുടുംബ വഴക്കുകളുമായിരുന്നു. സമീറിന്റെ കമലാനഗറിലെ വസതിയിൽ സിയ എത്തിയതോടെ തർക്കങ്ങൾ ഒരു പതിവായി മാറുകയായിരുന്നു. വിവാഹം കഴിക്കണമെന്നും അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വേണമെന്നും സിയ ആവശ്യപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്തു. തിങ്കളാഴ്ച നടന്ന രൂക്ഷമായ വാക്കുതർക്കത്തിനൊടുവിൽ സമീർ സിയയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ക്രൂരത അവിടെയെങ്ങും അവസാനിച്ചതുമില്ല. തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടി ഇയാൾ കൂട്ടുപിടിച്ചത് സ്വന്തം അമ്മയെയും സഹോദരനെയും സഹോദരിയെയുമാണ്. മൃതദേഹം ഒരു ഇരുമ്പ് പെട്ടിയിലാക്കി സീല് ചെയ്ത് രാത്രിയുടെ മറവിൽ വീടിനു സമീപത്തെ സെപ്റ്റി ടാങ്കിൽ തള്ളുകയായിരുന്നു. കുട്ടികൾ കളിക്കുന്നതിനിടെ സെപ്റ്റി ടാങ്കിൽ നിന്നും അമിതമായി ദുർഗന്ധം വമിച്ചതാണ് കൊലപാതകം പുറത്തറിയുവാൻ കാരണമായതും. മൃതദേഹം തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അഴുകിയിരുന്നു എങ്കിലും കയ്യിലെ വിളക്കിന്റെ ചിത്രവും 1992 മെയ് 26 എന്ന ജനനത്തീയതിയും രേഖപ്പെടുത്തിയ ടാറ്റു പോലീസിന് നിർണായകമായി മാറുകയായിരുന്നു. മുഖ്യ പ്രതിയായ സമീർ ഇപ്പോൾ ഒളിവിലുമാണ്. എന്നാൽ കൃത്യത്തിന് കൂട്ടുനിന്ന മാതാവിനെയും സഹോദരങ്ങളെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായൊരു പ്രണയമായിരുന്നു ആ യുവതിക്ക്. സ്വന്തം കാമുകനെ തേടിയാണ് ആ യുവതി അവിടെ എത്തിയത്. സ്വന്തം കാമുകനുമൊത്ത് ജീവിക്കുവാൻ വേണ്ടിയാണ് ആ യുവതി അവിടെ എത്തുന്നത്. പക്ഷേ നേരിടേണ്ടി വന്നത് വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്.